നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. കൊല്ലം സുധിയുടെ മരണശേഷം ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവിച്ചത് അദ്ദേഹത്തിന്റെ മൂത്ത മകൻ കിച്ചു തന്നെയായിരുന്നു. എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഒറ്റപ്പെടലുകളിൽ നിന്നും സ്വയം പ്രയത്നത്തിലൂടെ കയറി വരികയാണ് ആ 22-കാരൻ. ഇപ്പോഴിതാ മച്ചാൻസ് വ്ലോഗിന്റെ പോഡ്കാസ്റ്റിൽ പങ്കെടുത്ത് അച്ഛന്റെ ഓർമ്മ കിച്ചു എന്ന രാഹുൽ പങ്കുവച്ചിരിക്കുകയാണ്. തനിക്ക് വേണ്ടി എല്ലാം ചെയ്തെന്ന അച്ഛന് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന വിഷമം തനിക്കുണ്ടെന്നാണ് കിച്ചു പറയുന്നത്. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങും, വ്ലോഗ് ചെയ്യും എന്നൊക്കെ ഒരിക്കലും കരുതിയിരുന്നില്ല. അച്ഛനായിരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ആഗ്രഹം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. വേണ്ടതെല്ലാം അപ്പോൾ എനിക്ക് കിട്ടുമായിരുന്നു. എല്ലാത്തിനും സപ്പോർട്ടായി അച്ഛനായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട ആവശ്യമേ എനിക്കുണ്ടായിരുന്നില്ല. അച്ഛൻ പോയ ശേഷമാണ് എല്ലാത്തിനെക്കുറിച്ചും ചിന്തിച്ചു തുടങ്ങിയത്. കംഫർട്ട് സോൺ വിട്ടപ്പോൾ ഞാനായി മാറുകയായിരുന്നു. മുൻപ് അപ്പുറം എന്താകും എന്നൊന്നും ചിന്തിച്ചിരുന്നില്ല. അച്ഛനൊപ്പമുള്ള എല്ലാ നിമിഷവും ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എന്നെ സന്തോഷിപ്പിക്കാനാണ് അച്ഛൻ എന്നും ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ വിഷമിക്കരുത് എന്നതായിരുന്നു അച്ഛന്റെ ആവശ്യം. കട്ടപ്പനയിലെ ഹൃതിക് റോഷന് ഇറങ്ങിയ ശേഷവും സ്റ്റാർ മാജിക്കിന്റെ സമയത്തുമായിരുന്നു കലാകാരൻ എന്ന നിലയിൽ അച്ഛൻ പീക്ക് ടൈമിൽ നിന്നിരുന്നത്. കൊറോണ വന്ന സമയത്താണ് അച്ഛന് കടബാധ്യത വന്നത്. കാരണം യൂട്യൂബ് ചാനൽ വഴി വെബ് സീരീസ് ഇറക്കുവാൻ അച്ഛന് പ്ലാൻ ഉണ്ടായിരുന്നു. അതിനായി കുറെ ആർട്ടിസ്റ്റുകളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനിടെയാണ് ലോക്ക്ഡൌൺ വരുന്നത്. അവർക്കാർക്കും തിരികെ പോകുവാൻ കഴിയുന്ന അവസ്ഥയായിരുന്നില്ല. അവരുടെ ചിലവും എല്ലാം അച്ഛന് വഹിക്കേണ്ടി വന്നു. അങ്ങനെയാണ് കടം വന്നത്. അന്നൊന്നും അച്ഛന്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നേ ഇല്ല. എന്റെ കമ്പ്യൂട്ടറും ഗെയിമുമായി കഴിയുകയായിരുന്നു ഞാൻ. വിഷമങ്ങൾ അച്ഛൻ എന്നോട് ഷെയർ ചെയ്യുമായിരുന്നു. അത് പ്രോഗ്രാമിനും മറ്റും പോകുന്ന അവസരങ്ങളിലും എന്നോട് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ഞാനും അച്ഛനും മാത്രമായ സന്ദർഭങ്ങൾ എന്റെ മുന്നിലിരുന്ന് അച്ഛൻ കൂടുതൽ കരഞ്ഞിട്ടുള്ളത്. എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നയാളെ എനിക്ക് സന്തോഷിപ്പിക്കുവാൻ കഴിഞ്ഞില്ലെന്ന ഖേദമുണ്ട്. മദ്യപിക്കുന്നത് അച്ഛനെ ഞാൻ വിലക്കുമായിരുന്നു. ഞാനാണ് അച്ഛനെ കൺട്രോൾ ചെയ്ത് പിടിച്ചിരുന്നത്. അച്ഛന്റെ മരണശേഷം പഠിച്ച ചില പാഠങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. എല്ലാത്തിനും ഒരു സപ്പോർട്ട് അന്വേഷിക്കരുത്. ഒറ്റയ്ക്ക് ചെയ്യണം എന്നതാണ് അതിൽ ഒന്ന്. 9ാം ക്ലാസ് വരെ കൊല്ലത്താണ് പഠിച്ചത്. അതിനുശേഷം +2 വരെ കോട്ടയത്ത് അമ്മയുടെ നാട്ടിലായിരുന്നു. അച്ഛന് എല്ലാം പറയുവാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. അച്ഛന്റെ മരണശേഷം പഠിച്ച ചില പാഠങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. എല്ലാത്തിനും ഒരു സപ്പോർട്ട് അന്വേഷിക്കരുത്. ഒറ്റയ്ക്ക് ചെയ്യണം എന്നതാണ് അതിൽ ഒന്ന്. 9ാം ക്ലാസ് വരെ കൊല്ലത്ത് നിന്നാണ് പഠിച്ചത്. അതിനുശേഷം +2 വരെ കോട്ടയത്ത് അമ്മയുടെ നാട്ടിലായിരുന്നു. അച്ഛനോട് എല്ലാം പറയുവാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. അതിന്റെ ധൈര്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അച്ഛന്റെ കാറിന്റെ മുൻസീറ്റിൽ ഇരിക്കുന്നത് ഭയമാണ്, സ്പീഡും പേടിയാണ്. സ്പീഡിൽ വാഹനം ഓടിക്കരുതെന്ന് എന്നോട് എപ്പോഴും പറയുമായിരുന്നു. അച്ഛന്റെ ക്ലോസ് ഫ്രണ്ടും ഞാനായിരുന്നു. ഒരു സ്ഥലം സ്വന്തമായി വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ആരും എന്നെ ഇറക്കി വിടരുത്. അങ്ങനെ ഒരു ഫീൽ ഇല്ലാത്ത ജീവിതം എനിക്ക് ജീവിക്കണം. എന്റെ സേഫ് പ്ലേസ് കൊല്ലമാണെന്നും കിച്ചു പറയുന്നുണ്ട്. കുഞ്ഞിനെയും ഋതുലിനെ കുറിച്ചും ഈ കിച്ചു വാചാലനായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ഋതുലിനെ ഹാപ്പിയാക്കാൻ എന്നൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ആ ചെല്ലുന്ന ദിവസം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. ഞാൻ ഇപ്പോൾ അവന് വേണ്ടി ചെയ്യുന്നതെല്ലാം അച്ഛൻ അവന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അവന്റെ ഉള്ളിൽ അച്ഛന്റെ ഓർമ്മകൾ ഉണ്ടെന്ന് അറിയില്ല. അവൻ അന്ന് കുഞ്ഞായിരുന്നല്ലോ എന്നും കിച്ചു പറയുന്നുണ്ട്. അതേസമയം കൊല്ലം സുധിയുടെ ബന്ധുക്കൾക്കും മകൻ രാഹുൽ എന്ന കിച്ചുവിനും എതിരെ രേണു സുധി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. താൻ എത്രത്തോളം സ്നേഹിച്ച കുട്ടിയാണ് കിച്ചു എന്നും ക്യാൻസർ ബാധിതയായ ശേഷം അവൻ ഒരു ഫോൺ കോൾ പോലും വന്നില്ല എന്നും ആഗ്രഹിച്ചിരുന്നുവെന്നും മൂവി വേൾഡിന് നൽകിയ അഭിമുഖത്തിൽ രേണു സുധി തുറന്നു പറയുകയുണ്ടായി. കിച്ചുവിന്റെ അവഗണനയോർത്ത് കണ്ണു നിറഞ്ഞ രേണു പാട്ടുപാടുന്നതും ഈയിടയ്ക്ക് വൈറലായി മാറിയിരുന്നു. 3ാമത്തെ കീമോയും കഴിഞ്ഞ് വിശ്രമത്തിലാണ് ഇപ്പോൾ രേണു. എന്നെ കുളിപ്പിക്കുന്നത് വരെ ചേച്ചിയാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ചേച്ചിയെ സമ്മതിച്ചേ പറ്റുകയുള്ളൂ. ഞാൻ എങ്ങനെ ഓടി നടന്ന ആളാണ്. പെട്ടെന്നൊരു നിമിഷത്തിൽ അല്ലേ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത്. ശത്രുവിന് പോലും ഈ മാരക രോഗം വരുത്തരുതേ എന്നതാണ് എന്റെ പ്രാർത്ഥന. എന്നെ വെച്ച് ബിസിനസ്സും റീച്ചും ഉണ്ടാക്കിയ പലരും അസുഖം ബാധിച്ച ശേഷം എന്നെ കാണാൻ പോലും വന്നില്ല. വരാം എന്ന് പറയും, പക്ഷെ ഇതുവരെയും വന്നിട്ടില്ല. എന്നാൽ ഞാൻ പ്രതീക്ഷിക്കാത്തവർ വന്നു. സീമാജി നായർ ചേച്ചിയെ എന്നെ കാണാൻ വരുമെന്ന് അറിഞ്ഞപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ എത്രത്തോളം സ്നേഹിച്ച കുട്ടിയാണ് കിച്ചു എന്ന് അറിയാമോ? ആദ്യമായി എന്നെ അമ്മയെന്ന് വിളിച്ചത് അവനാണ്. ഞാൻ വളരെ കാര്യമായി നോക്കി വളർത്തിയ കൊച്ചാണ്. ആ കുഞ്ഞാണ് ക്യാൻസർ വന്ന ശേഷം എന്നെ ഒന്ന് വന്ന് കാണുകയോ വിളിക്കുകയോ ചെയ്യാതിരിക്കുന്നത്. ഒത്തിരി അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം അവനെ പറ്റി പറയുന്നത്.
ഋതുപ്പനെ പോലും ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടില്ല. കിച്ചുവിന്റെ രണ്ടാം നന്മ എന്ന് പോലും കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നില്ല. അക്കാര്യം സുധിച്ചേട്ടനും അറിയാമായിരുന്നു. ആ കിച്ചുവാണ് എല്ലാവരെയും പോലെ എന്റെ നെഗറ്റീവ് പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാനും വ്യൂസ് ഉണ്ടാക്കാനും നോക്കുന്നത്. ബിഗ് ബോസിൽ കയറുവാനുള്ള ശ്രമത്തിന്റെ ഭാഗവുമായിരിക്കാം. പോകട്ടെ, വിജയിക്കട്ടെ, എന്റെ പ്രാർത്ഥനകൾ ഉണ്ടാകും. ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതാണ് അവന്റെ പ്രശ്നമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ച ശേഷം എനിക്ക് വരുന്ന നെഗറ്റീവ് കമന്റുകൾക്ക് അവനാണ് മറുപടി നൽകിയിരുന്നത്. ഇത്രത്തോളം അവനോട് എല്ലാം ഞാൻ തുറന്നു പറയുമായിരുന്നു. ഞാൻ ബിക്കിനി ഇട്ടൊന്നും വീഡിയോകൾ എടുത്തിട്ടില്ലല്ലോ. സബ്സ്ക്രിപ്ഷൻ വഴിയുള്ള പണം കിട്ടിയത് കൊണ്ടാണ് അസുഖം വന്നപ്പോൾ എനിക്ക് അതിനെ തുടർന്ന് ചികിത്സിക്കുവാനും ഇഞ്ചക്ഷൻ എടുക്കുവാനുമുള്ള കാശ് ഉണ്ടായതെന്നും രേണുസുതി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഇരുന്ന് സുധിച്ചേട്ടന്റെ അമ്മ പറയുന്നത് കേട്ടു. ഞാൻ നോക്കിയ കുട്ടിയാണ് കിച്ചു എന്ന്. 11 വയസ്സിലാണ് എനിക്ക് അവനെ കിട്ടിയത്. ഞാൻ അവനെ നന്നായി നോക്കിയില്ലേ. 18 വയസ്സ് വരെ എനിക്കൊപ്പം ആയിരുന്നു. ആരും ഇല്ലായിരുന്നല്ലോ അപ്പോൾ. കുഞ്ഞിലെ തൊട്ട് അവരല്ലേ വളർത്തിയത്. പിന്നെ എങ്ങനെയാണ് വഴിതെറ്റിപ്പോയത് കിച്ചു? വല്യമ്മയും വല്യച്ഛനും എല്ലാം ചേർന്ന് വളർത്തിയെന്നല്ലേ പറയുന്നത്. ഞാനും കിച്ചുവും തമ്മിൽ വലിയ പ്രായ വ്യത്യാസമില്ല. എന്നിട്ടും അവനെ മോനെയായി സ്വീകരിച്ച എന്റെ മനസ്സ് ആലോചിച്ച് നോക്കുക. ഋതുലിന് ജന്മം നൽകിയത് പോലും കിച്ചു ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. ഇനി വേറൊരു കുഞ്ഞ് വേണ്ട എന്ന് സുധിച്ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാനും അത് സമ്മതിച്ചതായിരുന്നു. ഋതപ്പനെ പോലും അവരാരും വിളിക്കാറില്ലെന്നും രേണുസുതി പറയുന്നുണ്ട്. 3 കീമോയും ഒരു സർജറിയും കൂടി രേണുവിന് ഇനി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഭാരിച്ച തുക ചികിത്സയ്ക്കായി വേണ്ടി വരുന്നതിന്റെ പിന്നിലെ കാരണം കൂടി രേണുസുതി വെളിപ്പെടുത്തുകയുണ്ടായിരുന്നു. വേഗത്തിൽ വ്യാപിക്കുന്ന ക്യാൻസറാണ് തന്റേതെന്നും മരണത്തിനും ജീവിതത്തിനും ഇടയിലൂടെ നൂൽപ്പാലത്തിലൂടെയാണ് ഇപ്പോൾ തന്റെ യാത്രയെന്നും നൽകിയ അഭിമുഖത്തിൽ രേണുസുതി പറയുന്നുണ്ടായിരുന്നു. ട്രീറ്റ്മെന്റ് ഒരുപാട് പൈസ ചെലവാകുന്നുണ്ട്. പലരും കമന്റ് ഇട്ട് കണ്ട് ഇത്രയൊന്നും പൈസ ഞങ്ങൾക്കൊന്നും ചികിത്സയ്ക്ക് ആവശ്യമായി വന്നിട്ടില്ലെന്ന്. എനിക്ക് HER2 പോസിറ്റീവ് ആണ് ക്യാൻസർ. പെട്ടെന്ന് വ്യാപിക്കുന്ന ക്യാൻസർ ആണ്. കീമോയ്ക്കൊപ്പം 2.5 ലക്ഷം രൂപയുടെ ഒരു മരുന്ന് കൂടി കുത്തിവെക്കണം. അതല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആകില്ല. എനിക്ക് എന്റെ കുഞ്ഞിന് വേണ്ടി തിരിച്ചു വന്നേ കഴിയുകയുള്ളൂ. ഇതിനാണ് 2 ലക്ഷം രൂപയുടെ മരുന്ന് കൂടി ഞാൻ എടുക്കുന്നത്. തുടയിലൂടെയാണ് ഇഞ്ചക്ഷൻ കയറ്റുന്നത്. എല്ലാ കീമോയ്ക്കൊപ്പവും ഈ 2.5 ലക്ഷം രൂപയുടെ മരുന്ന് കുത്തിവെക്കും. ഡോക്ടേഴ്സ് എല്ലാം ഉണ്ടാകും. വളരെ സൂക്ഷ്മതയോടെ ഇത്ര സമയത്തിനുള്ളിൽ കയറ്റണം എന്നൊക്കെയുണ്ട്. പതുക്കെ മരുന്ന് കയറ്റുവാൻ കഴിയുകയുള്ളൂ. ഹൃദയത്തിനും മറ്റും പ്രോബ്ലം വന്നേക്കും. അതുകൊണ്ടാണ് സൂക്ഷ്മതയോടെ ആ മരുന്ന് ഡോക്ടർമാർ കയറ്റുന്നത്. ട്രീറ്റ്മെന്റിന് ഇടയിലെ എന്റെ ജീവിതം മരണത്തിനും ജീവിതത്തിനും ഇടയിലെ നൂൽപ്പാലത്തിലൂടെ നടക്കുന്നത് പോലെയാണ്. ധൈര്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരികെ വരുന്നത്. അത് എന്താ ആരും മനസ്സിലാകാത്തത്? എനിക്ക് ഏറ്റവും സങ്കടം വന്ന കാര്യം ഞാൻ പ്രതീക്ഷിച്ച ആരും എന്നെ കാണാൻ വന്നില്ല എന്നതാണ്. എന്നാൽ ഞാൻ പ്രതീക്ഷിക്കാത്തവർ എന്നെ വന്ന് കാണുകയും ചെയ്തിരുന്നു. അനുമോൾ വന്നു, ആദിലയും നൂറയും വന്നു, ബിന്നി വന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആളുകൾ കാണാൻ വരാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. എനിക്ക് ഒന്നും തരേണ്ട. ബിന്നി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. വന്ന് കണ്ട് ഞങ്ങൾക്ക് ഒപ്പമുണ്ട് എല്ലാവരും എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ധൈര്യമാണ്. മരുന്നിനേക്കാൾ അത് എന്റെ ശരീരത്തിന് ഗുണം ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നും രേണുസുതി പറയുന്നുണ്ട്. ക്യാൻസർ വന്നുവെന്ന് അറിഞ്ഞ ശേഷം ലക്ഷ്മി എന്നെ ഒരു തവണ വിളിച്ചു. അന്ന് ഞാൻ ആശുപത്രിയിലായിരുന്നു. അതുപോലെ തന്നെ അസുഖം അറിഞ്ഞ ആദ്യ നാളുകളിൽ സഹായം ചെയ്യാമെന്ന് പറഞ്ഞ പല സംഘടനകളും പിന്നീട് എന്തായി എന്ന് പോലും തിരക്കിയിട്ടില്ല. ആരെയും കുറ്റപ്പെടുത്തിയതല്ല. എനിക്ക് രക്തവും മാംസവും ഉണ്ടായിരുന്ന കാലത്ത് അത് ഊറ്റി കുടിച്ചവർ പോലും എന്നെ ഒരു നോക്ക് കാണുവാനോ വിളിക്കുവാനോ അസുഖം വന്ന ശേഷം ജീവിതം എങ്ങനെ പോകുന്നു എന്ന് അന്വേഷിക്കുവാനോ എത്തിയിട്ടില്ലെന്നും രേണുസുതി പറയുന്നുണ്ട്.